മാത്രം ഓക്കെ ഇംഗ്ലീഷ് ബേസ്ഡ് കമ്പനീസും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫർ ലെറ്റർ ത്രൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു പേടിക്കുകയും വേണം. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇനി ഇപ്പോൾ ആരിൽ 5-6 ലക്ഷം രൂപ എടുത്ത് ഏതെങ്കിലും ഏജൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോ, അല്ലെങ്കിൽ ആ പൈസ പൊക്കോട്ടെ എന്ന് വെച്ചോ. പക്ഷേ ഇവിടെ വന്ന് കിടന്ന് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരരുത്. കാരണം ആരും അധികം ഹെൽപ്പ് ചെയ്യാൻ കാണില്ല, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി ഏജൻസിനോട് നിങ്ങൾക്ക് നാണമില്ല ഇവരെയൊക്കെ ഇങ്ങനെ പറ്റിച്ചും ചതിച്ചൊക്കെ ജീവിക്കാനായിട്ട്. ഇതിലും ഭേദം വല്ലോ കക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലും അന്തസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ പൈസ ഉണ്ടെന്ന് വല്ല അന്യനാട്ടിൽ പോയി ജോലി എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിലും സ്കാമും ഉടായ്പും കാണിക്കുന്ന ഭയങ്കര ചീപ്പാണ്. സീരിയസ്ലി ഭയങ്കര ചീപ്പ് പരിപാടി. ഇത്രയും ഈസി ആയിട്ട് ഇവിടെ മാനേജർ ജോബ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ പോയി ഇരിക്കാമല്ലോ. ഞങ്ങൾക്ക് ഒരു 40-50% ഇവിടെ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും റഷ്യൻ അറിയാം. അപ്പോൾ എല്ലാവർക്കും പോയി ഇരിക്കാമല്ലോ മാനേജറായിട്ടൊക്കെ ജോലി കിട്ടുവാണെങ്കിൽ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു റഷ്യൻ അറിയാണ്ട് ഒരു നല്ലൊരു ജോലി കിട്ടാൻ ഇവിടെ പാടാണ്. ഇവിടെ ഇത്രയും MBBS ഗ്രാജുവേറ്റ്സ് പോലും ഇവിടുത്തെ അക്രഡിറ്റേഷനും ഇവിടുത്തെ ലാംഗ്വേജ് എക്സാം ഒക്കെ എഴുതിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ കയറുന്നത്. അപ്പോൾ ഇത്രയും വർഷം ഇവിടെ നിന്നവർക്ക് വരെ അത് പാടാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് പാടായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സത്യം പറയാലോ, നമുക്ക് ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. സത്യമായിട്ടും ഓരോരുത്തരുടെ അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്കൊന്നും അറിയത്തില്ല എന്നാ ചെയ്യണം എങ്ങനെ ചെയ്യണം. അവരുടെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. അതായത് ഇപ്പം ഞാനൊക്കെ എന്നൊക്കെ ഇങ്ങോട്ട് കയറ്റിവിട്ട് അല്ലെങ്കിൽ ഇവിടെ മിക്ക സിനാരീസ്, അതായത് ഇപ്പം കൺസൾട്ടൻസീസ് സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വിടുന്ന കൺസൾട്ടൻസീസിന് മിക്കതിനും സിം എടുത്ത് ഇപ്പോഴത്തെ കേസിൽ സിം എടുക്കാൻ പോലും മിക്കതിനും അറിയത്തില്ല. പക്ഷേ ഇവന്മാരുടെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇവന്മാർ പ്രസിഡന്റിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നാണ് അവരൊക്കെ വർത്താനവും ഇതും ഭയങ്കര. ഇവർ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ ഏജൻസി പിന്നെ കോൾ എടുത്തിട്ട് അങ്ങ് അഭിനയിക്കും, നിങ്ങൾക്ക് പിന്നെ കോൾ എടുക്കാനും നിൽക്കില്ല. സോ ആരെങ്കിലും ഒക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ പൈസ തിരിച്ചു വാങ്ങിക്കുക, അല്ലെങ്കിൽ പൊക്കോട്ടെ എന്ന് വേണേലും വെച്ചോ. പക്ഷേ നിങ്ങൾ ഭയങ്കര അവെയർ ആയിരിക്കണം ഇങ്ങനത്തെ കാര്യത്തിൽ. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇവിടെ കോപ്പ് അപ്പ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര പാടാണ് വിത്തൗട്ട് നോയിങ് ദി ലാംഗ്വേജ്. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറി വരിക. കാരണം ഈ വിസയും ടൂറിസ്റ്റ് വിസയിലും ഒക്കെ കയറി വന്നാൽ ഭയങ്കര പാടാണ്. അല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, ലൈക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഓക്കെ ഫൈൻ. എന്നാലും ഇങ്ങോട്ടേക്ക് കയറി പെടാൻ ചില പാടാണ്. പക്ഷേ നിങ്ങൾ സത്യമായിട്ട് പറയാം, ഈ സ്കാമിൽ ആരും ആകപ്പെടരുത്. നിങ്ങൾക്ക് നല്ലപോലെ സെറ്റിലായിട്ട് ഇവിടെ ജീവിക്കണം, അല്ല അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ഒരു ഓഫർ ലെറ്റർ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്മൂത്ത് ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ ബി വെരി ഹാർഡ്. ഈ കാര്യം എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി എനിക്ക് ഇവിടെ ജോലി സെറ്റാക്കി കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അത് ഓർത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ മാക്സിമം ആൾക്കാരെ അവെയർ ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, നിങ്ങൾ എല്ലാവരും അവെയർ ആയിരിക്കുക.